ശാന്തി. ഒരു ദിവസം ഒരു കുട്ടിയുടെ അടുത്ത് ഒരു സ്കൂളിലെ ടീച്ചർ പറയുകയാണ്, നാളെ വരുന്ന സമയത്ത് നീ നിൻ്റെ പാരൻസിനെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയുന്നു. പിറ്റേ ദിവസം കുട്ടി പാരൻസിനെയും കൂട്ടി സ്കൂളിലെത്തി. ഈ കുട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പാരൻസ് മാതാപിതാക്കളെ അവരുടെ പാരൻസിനെ വിളിച്ച് പറയുകയാണ്, നിങ്ങളുടെ മകനെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ സാധ്യമല്ല, അത്രയും മന്ദബുദ്ധിയാണ് നിങ്ങളുടെ മകൻ. അതുകൊണ്ട് മകനെ നിങ്ങൾ തന്നെ കൂടെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ഇനി സ്കൂളിലേക്ക് പറഞ്ഞയക്കരുത് പറയുകയാണ്. അങ്ങനെ ആ കുട്ടിയും കൂട്ടി അവൻ്റെ പാരൻസ് വീട്ടിലെത്തിയപ്പോൾ ആ കുട്ടി അമ്മോട് ചോദിക്കുകയാണ്, എന്താ അമ്മേ എന്നെ അമ്മയുടെ കൂടെ വീട്ടിലേക്ക് തിരിച്ചയച്ചത് എന്ന്. അപ്പോൾ അമ്മ പറയും, മോനെ നീ അതീവ ബുദ്ധിമാനാണ്, അതുകൊണ്ട് നിന്നെ പഠിപ്പിക്കാനുള്ള അത്ര ബുദ്ധി നിൻ്റെ സ്കൂളിലെ ടീച്ചർമാർക്കില്ല പോലും, അതുകൊണ്ട് ഞാനാണ് ഇനി നിന്നെ പഠിപ്പിക്കുന്നവെന്ന് പറയുകയാണ്. അങ്ങനെ അമ്മ അവനെ പാഠങ്ങൾ പഠിപ്പിച്ചു. വായനയുടെ ലോകത്ത് വായിച്ച് അവൻ വളർന്നു. ആയിരക്കണക്കിന് ബുക്കുകൾ ലൈബ്രറി മുഴുവൻ വായിച്ചു തീർത്തു. ആ ഒരു കുഞ്ഞാണ് വളർന്ന് വലുതായി 1999 കണ്ടുപിടുത്തങ്ങൾ നടത്തിയതായിരിക്കുന്ന തോമസ് ആൽവ എഡിസൺ. ഒരു കുഞ്ഞിനെ ബുദ്ധിയില്ലാത്തവനാണ് സ്കൂളിൽ പഠിപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അവൻ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിലൊരാളായിട്ട് മാറുന്നു. കാരണം മറ്റൊന്നും ആയിരുന്നില്ല, അവൻ്റെ അമ്മ അവനോട് പറഞ്ഞതായിരിക്കുന്ന വാക്കുകൾ. നീ അതീവ ബുദ്ധിമാനാണ്, അതുകൊണ്ട് നിന്നെ പഠിപ്പിക്കാനുള്ള കഴിവ് നിൻ്റെ ടീച്ചർമാർക്കില്ലാതെ പോയി, അതുകൊണ്ട് ഞാനാണ് നിന്നെ പഠിപ്പിക്കുന്നവൻ. ദിവസവും ആ പാവം കുട്ടി വിചാരിച്ചു, ഞാൻ അതീവ ബുദ്ധിമാനാണ്, അതുകൊണ്ട് അമ്മയുടെ ഓരോ വാക്കുകളും അവൻ അനുസരിച്ചു. വായനയുടെ ലോകത്ത് വളർന്നു, ബുദ്ധി വികസിച്ചു, ലോകത്തെ എന്നും ഓർക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. ഇന്ന് നമ്മൾ കാണുന്ന വെളിച്ചം അദ്ദേഹത്തിൻ്റെ വരദാനമായി സൃഷ്ടിക്ക് കൊടുത്തതാണ്. അപ്പം അതുകൊണ്ട് ഈ ലോകത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് ഞാൻ വിശ്വസിക്കുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം സത്യമായി തീരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളോട് കള്ളത്തരത്തിന് പോലും അല്ലെങ്കിൽ ദേഷ്യമായിട്ട് പോലും തമാശയായിട്ട് പോലും നീ മന്ദബുദ്ധിയാണ് എന്ന് പറയുമ്പോൾ പാരൻസ് ഓർമ്മിക്കുന്നില്ല, നിന്നെ ഒന്നിനും കൊള്ളില്ല, നീ ഒരു മന്ദബുദ്ധി തന്നെ, നീ ഒരു കൊച്ചു കള്ളനാണ്, ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് നിന്നെക്കൊണ്ടൊന്നും സാധ്യമല്ല, നിനക്കൊന്നും ചെയ്യാനാവില്ല, നിനക്കൊന്നും നേടാനാവില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെസ്സേജസ് കൈമാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്ന് പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും തമാശയ്ക്ക് പോലും നെഗറ്റീവായിരിക്കുന്ന വാക്കുകൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ കുട്ടികളെക്കുറിച്ചോ ഏത് കുട്ടിയെക്കുറിച്ചാണെങ്കിലും നിങ്ങൾ പറയാതിരിക്കുക. കാരണം അവരുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഊർജ്ജം അതിനെ പിന്നെ മാറ്റാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് മറ്റുള്ളവർ നമുക്ക് തന്നുപോയതാണെങ്കിൽ, വളർന്നവരാണെങ്കിൽ, സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറി കൂടിപ്പോയതായിരിക്കുന്ന ഇത്തരം വിചാരധാരകൾ, അത് നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടാക്കുന്നതായിട്ടുള്ള പ്രഭാവം അത്തരത്തിലുള്ളതായിട്ടൊരു വ്യക്തിത്വത്തെ വളർത്തിയെടുക്കാൻ വികസിപ്പിക്കാൻ കാരണമായിട്ട് മാറി. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, രാവിലെ ഉണർന്ന ഉടനെയുള്ള ആദ്യത്തെ 5 മിനിറ്റ് സമയത്ത് നിങ്ങൾക്കങ്ങനെ എന്തെങ്കിലും കാര്യത്തെ ഓർമ്മിച്ചെടുക്കാൻ പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങളെ കൊണ്ടാവുന്നില്ല, അതിലൊക്കെ എനിക്കൊരു സംശയമാണ്, എനിക്ക് ആരോടെങ്കിലും ഒന്ന് ചോദിക്കാതെ ഒന്നും ചെയ്യാനാവില്ല, സ്വന്തമായൊരു തീരുമാനം എടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോകുന്നു, ഞാൻ ജയിക്കുന്നതിന് പകരം തോൽക്കുന്നു, ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, അഥവാ നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ, രാവിലെ എഴുന്നേറ്റുടനെ ആദ്യത്തെ 5 മിനിറ്റ് സമയം ഞാൻ ബുദ്ധിമാനാണ്, ബുദ്ധിമാന്മാരുടെ ബുദ്ധിയായിരിക്കുന്ന ഭഗവാൻ എനിക്ക് ബുദ്ധിയെ വരദാനമായി തന്നിരിക്കുന്നു, ഞാൻ ബുദ്ധിമാനാണ് എന്ന് എഴുന്നേറ്റുടനെ 9 തവണ ഉണർന്നിരുന്ന് നിങ്ങളുടെ ബെഡിൽ തന്നെ പറയുക. അത് ഫീൽ ചെയ്യുക, ഡിവൈനായിട്ടുള്ള ഇൻ്റലക്റ്റ് ഭഗവാൻ പ്രകാശമായി നമുക്ക് തരുന്നു, എന്നിൽ നിറയുന്നു എന്ന്. ആ ഒരു പ്രാക്ടീസ് നിങ്ങളുടെ ബുദ്ധിയിൽ എത്ര കാര്യങ്ങൾ വേണമെങ്കിലും ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യും. നിങ്ങളുടെ ബ്രെയിനിൻ്റെ സ്റ്റോറേജിൻ്റെ 33%, ഞാൻ മുന്നൊരു വീഡിയോ പറഞ്ഞ് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ ദിവസങ്ങളെയും റെക്കോർഡ് ചെയ്ത് വീഡിയോ ആക്കി അതിനെ മുഴുവൻ നമ്മുടെ ബ്രെയിനിൽ സേവ് ചെയ്യാൻ നോക്കിയാലും 33% മാത്രമാണ് സേവ് ആവുന്നത്, ബാക്കിയെല്ലാം ഫ്രീ കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഭഗവാൻ തന്ന അതിവിശിഷ്ടമായിരിക്കുന്ന ഗിഫ്റ്റാണ് നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത്. അത്രയും പവർഫുള്ളായിട്ടുള്ള കമ്പ്യൂട്ടറാണ്. അതുകൊണ്ട് ബുദ്ധി എന്ന സോഫ്റ്റ്വെയറിലൂടെ ഏതൊരു കാര്യത്തിനും നമുക്കതിൽ സേവ് ചെയ്യാം, എന്തും നമുക്ക് ഉപയോഗിക്കാം, മൾട്ടി ടാസ്കുള്ള പേഴ്സണാലിറ്റി ആവാം. അതിനൊക്കെ ആധാരം നമ്മുടെ ചിന്തകൾ തന്നെയാണ്. അതുകൊണ്ട് ഈ പവർഫുള്ളായിട്ടുള്ളൊരു പോസിറ്റീവ് തോട്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ 5 മിനിറ്റ് സമയം ചെയ്യുക, നിങ്ങളുടെ ബുദ്ധിനെ റിഫ്രഷ് ചെയ്യുക, എനർജൈസ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ ഓർമ്മിക്കുക. ഓർമ്മശക്തി
തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ടെൻഷൻ കൊണ്ട് നിർണ്ണയിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറാൻ സാധിക്കും. നല്ല ഒരു ഗൈഡായിക്കൊണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് മാറാൻ സാധിക്കും. ഇങ്ങനെ ജീവിതത്തിലെല്ലാം നേടിയെടുക്കാൻ 5 മിനിറ്റ് സമയം അതൊരിക്കലും മിസ്സാക്കരുത്. ഇത് വളരെ അമൂല്യമായിരിക്കുന്ന ഒരു നിധിയാണ്. നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ റീപ്രോഗ്രാമിംഗ് ചെയ്യാനുള്ളതായിട്ടുള്ള അവസ്ഥയാണ്. സ്വയം ഓട്ടോ സജഷനിലൂടെ നമുക്ക് നമ്മളെ തന്നെ ക്ലീൻ ചെയ്യാനുള്ളതായിട്ടുള്ള ടെക്നിക്കാണ്. ഇത് ഉപയോഗിക്കണം. നിങ്ങളുടെ ഊർജ്ജത്തെ, എനർജീനെ ആക്റ്റീവ് ആക്കണം. വളരെയധികം ഹാപ്പി ആയിക്കൊണ്ട് നല്ല ഓർമ്മശക്തിയോടെ ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.